നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ നെഞ്ചിടിപ്പോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. ഭരണമാറ്റമെന്ന് UDFും ഭരണ തുടർച്ചയെന്ന് LDFും കരുത്ത് തെളിയിക്കുമെന്ന് NDAയും പ്രഖ്യാപിക്കുമ്പോൾ ജനവിധി ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. അടുത്ത 5 വർഷം കേരളം ഭരിക്കുന്നതാരെന്നറിയാനുള്ള കാത്തിരിപ്പിനൊടുവിൽ വോട്ടെണ്ണൽ ദിവസമെത്തുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 25 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കുമ്പോൾ ജനവിധി ആർക്കൊപ്പമെന്ന ആകാംക്ഷയിലാണ് നാടും നഗരവും. ഭരണ തുടർച്ചയ്ക്കായി ജനം വോട്ട് ചെയ്തുവെന്ന് LDF ഉറപ്പിക്കുമ്പോൾ എക്സിറ്റ് പോളുകളുടെ പിൻബലത്തിൽ UDF ഭരണമാറ്റം ഉറപ്പിച്ചു കഴിഞ്ഞു. NDA ആകട്ടെ ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനവും രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്ഥാനാർത്ഥികളുടെ മികവും അടിസ്ഥാനമാക്കി വിലയിരുത്തലുകൾ നടക്കുമ്പോഴും ജനം എങ്ങനെ ചിന്തിച്ചുവെന്നതിനെ കുറിച്ചുള്ള സൂചനകൾ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടെ ലഭിച്ചു തുടങ്ങും. 10 വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് LDF ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ഭരണപരാജയങ്ങളാണ് UDFിനെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. LDF ജയിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഉറപ്പാണെങ്കിൽ UDFിനാണ് വിജയമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തർക്കവിഷയമാകാൻ സാധ്യതയേറെയാണ്. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും നടന്ന ആവേശ പോരാട്ടങ്ങൾക്ക് ശേഷം ഫലപ്രഖ്യാപനത്തെ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും ജനവിധിയിൽ വിശ്വാസം അർപ്പിച്ച് വിജയപ്രതീക്ഷയിലാണ്. മണ്ഡലം നിലനിർത്തുമെന്ന് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ജനം മാറി ചിന്തിക്കുമെന്ന വിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിനുള്ളത്. കടുത്തുരുത്തി മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തുമെന്ന് മോൻസ് ജോസഫ് പറയുമ്പോൾ നിർമ്മല ജിമ്മിയുടെ വിജയമാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വിജയമുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VN വാസവൻ പറയുമ്പോൾ ഭരണരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്ന UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷും വിജയപ്രതീക്ഷയിലാണ്. കോട്ടയവും പുതുപ്പള്ളിയും നിലനിർത്തുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ വൈക്കവും കാഞ്ഞിരപ്പള്ളിയും തങ്ങൾക്കൊപ്പമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. ത്രികോണ മത്സരം നടന്ന പൂഞ്ഞാറിലും 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. ചർച്ചകൾക്കും എക്സിറ്റ് പോളുകൾക്കും അപ്പുറം ജനം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.